അങ്ങനെങ്ങും പറഞ്ഞ നിന്റെ തലവെട്ടി പറ്റിക്കോടാ പറ്റി. സത്യാണ് സാർ, സിറ്റിയിൽ കരടിനെ രണ്ടുപേരെ ആക്രമിച്ചു. കള്ളം പറയുന്നോടാ റാസ്കൽ. രാവിലെ മുതൽ എസ് ഐ സാർ ഞങ്ങളുടെ മുമ്പിൽ ഇരിപ്പല്ലോ അല്ലേ സാർ? ഒറിജിനൽ കരടിയാ, ഉടനെ പിടിച്ചില്ലെങ്കിൽ ആവത്താ. അതിനെ പിടിക്കലേ പോലീസിന്റെ പണിയല്ല. ഫോൺ എന്താടോ? എന്റെ പോലീസ് പുണ്യാള സാറിനോട് ഞാൻ ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കോ? സാർ സിറ്റിയിൽ അതിറങ്ങിയിരിക്കുന്നു. ഏതിറങ്ങി? അത് ഏത്? ഈ കറുത്ത രോമാവൃതമായി ഇങ്ങനെ നടക്കുന്ന സാധനം. ഒന്ന് തെളിച്ചു പറയടോ. സാർ സിറ്റിയിൽ സാർ ഇറങ്ങിയെന്ന്. ഞാനോ? വേണ്ട, ഞാൻ എടുത്തോളാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, ഓക്കെ സാർ, പിടിക്കാം സാർ. എസ് പി സിറ്റിയിലേതോ എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്തിറങ്ങിയെന്ന്? എടോ, അതിനെ പിടിക്കാൻ വേണ്ടത് ചെയ്യാൻ. ഏതിനെ പിടിക്കാൻ? എടോ, താൻ നേരത്തെ പറഞ്ഞ സാധനം. സാധനം? ആ രോമമുള്ള സാധനം. എടോ, കറുത്ത രോമമുള്ള സാധനം. തനിക്കെന്ന് വായും തന്നെ കേൾക്കണം. എടോ, കരടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആക്കിച്ചിരിക്കും. അതിനെ പിടിക്കാനുള്ള മാർഗം പറഞ്ഞാടോ. പോലീസിന്റെ ഒരു ഗതികേടേ. കൊല നടന്നാലും മന്ത്രി വന്നാലും പുലി ഇറങ്ങിയാലും ആന ഇറങ്ങിയാലും ഇനി കരടി ഇറങ്ങിയാലും പോലീസിനാ പണി. ഈ പണി നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സാർ. ഈ കരടി എന്ന് വെച്ചാൽ പല ടൈപ്പ് ഉണ്ട്. ചിലപ്പോ ആൾക്കരടി ആയിരിക്കും, ഏതാണ്ട് സാറിന്റെ ഒപ്പം വലിപ്പം വരും. അവൻ അപകടകാരിയാ. നമുക്കൊരു വേട്ടക്കാരനെ വരുത്തിയാലോ? ആരെ? ഒരു പാർട്ടി എനിക്കറിയാം. ഒന്ന് വേഗം പറഞ്ഞ് തുളയ്ക്കണോ. റാഗി പറക്കുന്ന ചെമ്പരത്തിനെ പോലും വെടിവെച്ച് വീഴ്ത്തുന്നവനാ. പഴയ പുലിവേട്ടക്കാരൻ വാറുണ്ണിയുടെ അനിയൻ കിട്ടുണ്ണി, ടാർസൻ കിട്ടുണ്ണി. വേട്ടക്കാരൻ കിട്ടുണ്ണി പുഴ നീന്തി വരും. പണ്ട് പുലിവേട്ടക്ക് വാറുണ്ണി ഇതുപോലെ തന്നെയാ വന്നേ. ഞാൻ ഉജ്ജ്വലൻ. കണ്ടിട്ട് ഉജ്ജ്വലമാണെന്ന് തോന്നുന്നില്ലല്ലോ. എന്തിനാ വെറുതെ പുഴനീന്തി കഷ്ടപ്പെട്ടത്? അപ്പുറത്ത് പുതിയ പാലം വന്നിട്ടുണ്ടല്ലോ. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. പാലം വരും പോകും, പക്ഷെ വേട്ടക്കാരന്റെ സ്റ്റൈൽ മാറില്ല. പുഴ നീന്തിക്കടന്നേ ഞങ്ങൾ വരൂ. പാരമ്പര്യമായിട്ട് അതാണ് ഞങ്ങളുടെ സ്റ്റൈല്. എവിടെ എസ് ഐ? സർക്കിളിന് ഉണക്കമീൻ വാങ്ങാൻ പോയിരിക്കുക. സർക്കിളിന് എന്താ പച്ചമീൻ പറ്റില്ലേ? ഇല്ല, പക്ഷെ എനിക്ക് പറ്റണം. കിട്ടുണ്ണി സാറിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പാടാക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അത് ശരി. ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളിലും ഞാൻ കോംപ്രമൈസ് ചെയ്യും, പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ച എനിക്കില്ല. പേപ്പറും പേനയുണ്ടല്ലോ, എടുക്കൂ, കുറിക്കൂ. കുറിക്കൂ. രാവിലെ കാട്ടെരുമയുടെ പാല് 1 ലിറ്റർ എനിക്ക്. ഹോർലിക്സ് ബ്രൂസിലേക്ക്. അതാരി? പട്ടി. 10 മണിക്ക് എനിക്കൊരു കാടൻ പൂച്ച നിർത്തി ഫ്രൈ ചെയ്തത്. ബ്രൂസിലേക്ക് ബിസ്ക്കറ്റ് മിൽക്കാബി. ഉച്ചയ്ക്ക് എനിക്ക് കാട്ടുപോത്തിന്റെ ഇറച്ചി 1.5 കിലോ മസ്റ്റ്. ബ്രൂസിലേക്ക് മീൻകറിയും ചോറും മസ്റ്റ്. വൈകുന്നേരം ഒരു 1/2 കിലോ വവ്വാലിന്റെ ഇറച്ചിയും ഒരു ഫുൾ ബോട്ടിൽ റമ്മും. ബ്രൂസിലേക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കൻ. ഓക്കെ സാർ. അല്ലൊരു സംശയം ചോദിച്ചോളൂ. സാർ ഈ ബ്രൂസിലി എന്ന് പറയുന്നത് ഈ ജന്തുവിനെയാണോ? ഇത് പട്ടിയല്ല, പട്ടിണിയാ. പോലീസ് ആണെങ്കിൽ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. ലുക്ക്, വേട്ടപ്പട്ടിയുടെ ലുക്കിലല്ല വർക്കിലാണ് കാര്യം. എല്ലാം കുറിച്ചെടുത്തല്ലോ? എല്ലാം കുറിച്ചു സാർ, എല്ലാം. എവിടെയാണ് എന്റെ അക്കോമഡേഷൻ? അക്കോഡമേഷൻ, താമസം. താമസം അതിന് ഹോട്ടൽ റെസിഡൻസിലെ AC റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. AC റൂം എന്റെ പട്ടിക്ക് വേണം. ഏറുമാടം ഉണ്ടോ? ഏറുമാടം ഇല്ല സാർ. എന്നാൽ എനിക്ക് താമസിക്കാൻ ഉടനെ ഒരു ഏറുമാടം സെറ്റപ്പ് ചെയ്യൂ. എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഇന്നലെ കരടിയെ വെടിവെച്ചിട്ട് സാറിന് ഇന്നലെ തിരിച്ചു പോയിക്കൂടെ? നോ, കരടിയെ എന്ന് വെടിവെക്കണം, എപ്പോ വെടിവെക്കണം, എങ്ങനെ വെടിവെക്കണം എന്നൊന്നും ഒരു വേട്ടക്കാരനെ പഠിപ്പിക്കണ്ട. അണ്ടർസ്റ്റാൻഡ്? ആദ്യം എനിക്ക് കരടിയുടെ ഫുൾ ബയോഡാറ്റ വേണം, വിത്ത് ഫോട്ടോ. കരടിയെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് പഠിക്കണം. കരടിയുടെ സ്വഭാവം, ആൺകരടിയാണോ പെൺകരടിയാണോ, റൊമാൻറ്റിക് ആണോ സെന്റിമെന്റൽ ആണോ, ഇതൊക്കെ എനിക്ക് വിശദമായിട്ട് സ്റ്റഡി ചെയ്യണം. അതേതായാലും നന്നായി. പറ്റിയ കേസല്ലെങ്കിൽ തിരിച്ചു പോവാമല്ലോ. അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ചരിത്രം ഞങ്ങളുടെ ഫാമിലിക്കില്ല. ഞങ്ങളെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല. പരമ്പരാഗതമായിട്ട് ഞങ്ങൾ വെടി സ്പെഷ്യലിസ്റ്റുകളാ. എന്റെ ചേട്ടനെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വാറുണ്ണി, പുലിവെടി വീരൻ, ധീരതയ്ക്കുള്ള അവാർഡ്. എന്റെ അച്ഛൻ ചേറുണ്ണി, കാട്ടാന വെടിവീരൻ. ഞാൻ കിട്ടുണ്ണി, കരടി വെടിവീരൻ. അല്ല സാർ, സംശയം. ചോദിച്ചോളൂ. സാറിന്റെ ഫാമിലി സിസ്റ്റേഴ്സ് ആരുല്ലേ? ഞങ്ങളുടെ ഫാമിലിയിൽ സിസ്റ്റേഴ്സ് ഇല്ല. ഭാഗ്യം.
അല്ല സാറേ, ഇതുവരെ എത്ര കരടിയെ വെടിവെച്ചിട്ടുണ്ട്? ഞാൻ ഇന്നേ വരെ വെടിവെച്ചിട്ടില്ല. എന്ന് നിങ്ങൾ കരുതരുത്. എന്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ ഈ പണി തുടങ്ങി. അയ്യോ, കരടി ഓടിക്കോ. ഉജ്ജ്വല നോക്കിക്കോ. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നേ. അത് റിഹേഴ്സൽ ആയിരുന്നു. എവിടെ കരടി? ദാ പോന്നു. വെക്കടോ വെക്കടോ വെടി. ഓർഡർ ചെയ്യണ്ട സാർ. റെഡി. ഉജ്ജ്വല വെടി കൊണ്ടോ? കൊണ്ട് പെപ്സിക്ക് കുപ്പി അടക്കം കാശ് കൊടുത്തേക്ക്. റിഹേഴ്സൽ നമ്പർ 2. എത്ര രൂപയായി? 300. ദാ 100 പിടിച്ചോ. ഇത് മതി. കരടിക്ക് വെടിയുണ്ടോ? കരടിക്കല്ല കാറിനാ കൊണ്ടത്. കാറിന്റെ ചില്ലൊന്ന് ഇന്നെ ഇതുകൊണ്ട് തികയൊന്നും തോന്നുന്നില്ല. ഇത് തന്നെ അല്ലടോ ഈ കാറിന്റെ. എടോ, ചില്ലിന് എത്ര രൂപയായി? 600. ഇതെന്താ ബെൻസോ? 300 മതി. ആനന്ദിക്കുവിൻ ജെമിനി സർക്കസ്. 200ഓളം പ്രഗത്ഭരായ സർക്കസ് താരങ്ങളെയും വന്യമൃഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കോട്ടമൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. ജെമിനി സർക്കസ്. എടോ ഉജ്ജ്വല, കരടിക്ക് തന്നെ വെടി കൊണ്ടോ? കരടിക്ക് തന്നെ. എന്തിരുന്ന സാറിന് ഷോടാ കുടിക്കണോ? വേണ്ടടോ വേണ്ട. റൂം ലൈറ്റ് 3, ട്യൂബ് ലൈറ്റ് 3, ചട്ടി 50, ചട്ടി 50, കാറിന്റെ ഹെഡ്ലൈറ്റ് 1, ഹെഡ്ലൈറ്റ് 1, ടയർ 1 റേഡിയൽ, ടയർ 1 റേഡിയൽ. പിന്നെ എക്സെട്രാ എക്സെട്രാ. എന്താണോ എത്ര? അതിലെന്തും വരാലോ. എടോ, വെടി നിർത്താൽ പ്രഖ്യാപിക്കണോ? ഈ വെടിവെപ്പ് ഇങ്ങനെ തുടർന്നാൽ എന്റെ കടപ്പാടം നിൽക്കേണ്ടി വരും. വെടിയുടെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഇവിടെ നിന്നാണോ? ഇവിടെ തന്നെ ഇവിടെ തന്നെ ക്യൂ നിന്നോ. ഇവിടെ തന്നെ വാ. അങ്ങനെ ഈ കരടിയുടെ വെടി തീർന്നു. കരടി മുങ്ങി. എന്നെ കണ്ട് പേടിച്ച് കരടി മുങ്ങി. ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ. ആരും പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. ആരും ബഹളം വെക്കരുത്. ബഹളം വെച്ച് കരടിയെ വയലുണ്ടാക്കണ്ട. അതെ, നേരെ വന്ന് ഇട്ടിക്കോട്ടെ. ഈ കരടിയെ ഞാൻ കൊടുക്കും. അതെ, പകല് പിടിക്കാൻ പറ്റാത്തതിന് രാത്രി അങ്ങനെ പിടിക്കും. വേട്ടക്കാർക്ക് രാത്രിയാ പകല്, പകലാണ് രാത്രി. ലോക ചരിത്രത്തിൽ ഒരു കരടിയെയും പകല് പിടികൂടിയിട്ടില്ല. ഇത്തവണെങ്കിലും ഉന്നം തെറ്റാതെ വെടി വെക്കണേ. കരടിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് റെഡിയാക്കിക്കോ. വെക്കരുത്, വെടിവെക്കരുത്. ഈ കരടിയെ വെടിവെക്കരുത്. ഇതിനെ ജീവനോടെ പിടിക്കണം. വേട്ടക്കാർ ജീവനോടെ പിടിക്കാറില്ല, കൊല്ലാറേ ഉള്ളൂ. ഒന്നാ പ്രശ്നമാവും. ഇതെന്റെ ആലം, ഗവൺമെന്റിന്റെ കരടിയാണ്. ഗവൺമെന്റിന്റെ കരടി. ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് ഞാനും നിങ്ങളും ഈ കാടും എല്ലാം ഗവൺമെന്റ് വകയല്ലേ. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സർക്കാർ ഉത്തരവിട്ടിട്ടാ ഞാൻ വെടിവെക്കാൻ വന്നിട്ടുള്ളത്. ഒന്ന് മാറിയേ, ഒന്നോട് മാറിയ ചേച്ചി, ഒന്നോട് മാറിയ. എന്താ അവിടെ പ്രശ്നം? അതെ, ഒരു കരടി ഗുഹക്കകത്ത് ഒളിച്ചിരിപ്പുണ്ട്. കുഴപ്പമില്ല, അതിന് വേട്ടക്കാരൻ ഇപ്പൊ വെടി ചൊല്ലും. കരടിയോ? ഈ കരടിയെ എനിക്കറിയാം. ഞാൻ അന്വേഷിച്ച് നടക്കല്ലേ ഈ കരടിയെ ഞാൻ ജീവനോടെ പിടിച്ചു തരാം. ആര്? നിങ്ങളോ? അതെ.
ഞങ്ങൾ തമ്മില് ഒരു 5000 രൂപയുടെ ഇടപാടുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കുക, കോപ്പം പിടിച്ചിട്ട് വെറുതെ. കഞ്ചാവാ എങ്കിൽ ആദ്യം ഇവനെ വെടിവെച്ച് കൊല്ലി, എന്നിട്ട് മതി കരടിയെ. ഏതോ പ്രകാരം അങ്ങോട്ട് പോവല്ലേ, ആ കരട് തന്നെ കടിച്ചു കീറും. എന്നെ ഒരു പുല്ലും ചെയ്യില്ല. എന്നെ കണ്ടാൽ അവൻ ചമ്മലോടെ കീഴടങ്ങും. നിങ്ങൾ കണ്ടോ? അവിടെ നിൽക്കണോ? ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി ഈ ബുദ്ധൂസ് ഒറിജിനൽ കരടിയാണല്ലോ പിടിക്കാൻ പോകുന്നത്. ആണായ വാക്കില് വില വരടാ തെണ്ടി. ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ് മുങ്ങിയതല്ലടാ. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? മര്യാദക്ക് എനിക്ക് തരാനുള്ള 5000 കൊടുക്കും. എന്താടാ നീയൊന്നും മിണ്ടാത്തത്? പേടിപ്പിക്കല്ലേ? ഈ വേഷത്തിൽ എത്ര ആളെ പറ്റിച്ച് നീ കാശ് തട്ടിയെടുത്താ തെണ്ടി? നീയാണെന്ന് തെറ്റിദ്ധരിച്ച അയാൾ ഗുഹയ്ക്കുള്ളിൽ കയറി ഒറിജിനൽ കരടിയെ പിടിച്ചത്. ആ പാവം സുന്ദരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഇപ്പൊ കരടിയെന്ന് കേട്ടാലേ ബോധം പോവും. ഇനി നിന്നെ കണ്ടാലും എളു പേടിക്കും. അയാള് വിചാരിച്ചാലേ ഈ രോമൊക്കെ ഇളക്കി കളയാനും പറ്റുള്ളൂ. ആ ജാതി ഒട്ടിപ്പല്ലേ ഒട്ടിച്ചിരിക്കുന്നത്. ചേട്ടാ, എന്റെ ജീവിതം ഇനി കൂട്ടി തന്നെയാവോ? അയ്യോ, സൂപ്രണ്ട് വരുന്നു. അഭ്യാസം തുടങ്ങിക്കോ, ആക്ഷൻ തുടങ്ങിക്കോ. ആ കൂട്ടിലാണ് പറഞ്ഞ കരടി കിടക്കുന്നത്. അതെ, ആ നിൽക്കുന്ന ആളാണ് സുവാസു. വലിയ മൃഗസ്നേഹി. കാര്യങ്ങളൊന്ന് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ മൃഗസംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് അയാളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരി മിസ്റ്റർ വാസു, ഞാൻ ഇപ്പോ വരാം. ഞാൻ ആന്റണി. അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ആന്റണി. ഒരു തികഞ്ഞ മൃഗസ്നേഹിയാണ് ചേട്ടനെന്ന് എനിക്കറിയാം. മൃഗങ്ങളെ സ്നേഹിക്കാൻ മാത്രമല്ല അവരുടെ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, പക്ഷേ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ? ഈ കരടിയെ ഞങ്ങൾ ഇവിടെ നിന്ന് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകും. പകരം ഈ മൃഗശാലയിൽ ഇല്ലാത്ത ഒരു ബ്ലാക്ക് പാന്തറിനെ ഞങ്ങൾ തരുന്നു. അയ്യോ, അത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. സർക്കാരിന്റെ തീരുമാനമല്ലേ സുവാസു ഏട്ടാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, ബ്ലാക്ക് പാന്തർ ഇന്ന് ഇവിടെ എത്തും, കരടി നാളെ ഞങ്ങൾ കൊണ്ടുപോകും. സായിപ്പ് എടുത്ത ഫോട്ടോയുടെ കോപ്പി ഒരെണ്ണം എനിക്ക് തരണ വാസുവേട്ടാ. കിട്ടും. ഫോട്ടോ മാത്രമല്ല, അവര് നിന്നെ കൊണ്ടുപോകാൻ പോവാ. എങ്ങോട്ട്? ആഫ്രിക്കയിലേക്ക്. അവിടുത്തെ കാഴ്ച ബംഗ്ലാവിൽ കരടി ഇല്ലാത്ത. അയ്യോ, സായിപ്പ് ഫോട്ടോ എടുത്തപ്പോ നീ എങ്ങനെയൊക്കെയാ നിന്ന് കൊടുത്ത്? ഇങ്ങനെ അയക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന്. കപ്പലിൽ കയറാൻ തയ്യാറായിക്കോ സുവാസുവേട്ടാ. ഞാൻ മനസ്സിലാക്കാം. മണികണ്ഠനെ അന്വേഷിച്ച് വന്നതാ. ഇങ്ങേരാ മണികണ്ഠന്റെ ക്ലോസ് ഫ്രണ്ട്. ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എനിക്ക് മണിയേട്ടനെ ഉടനെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. എവിടെ മണിയേട്ടൻ? നിൽക്കണം, കണ്ടോ? കളിയാക്കാതെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നതാ. പറഞ്ഞോ, കേട്ടോളും. എന്തായി പറയുന്നേ? എന്നോട് പറഞ്ഞോളൂ, മണികണ്ഠൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാവെന്ന്. മണിയേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ രാജപ്പന് വേണ്ട എന്റെ കല്യാണം അച്ഛൻ ഉടനെ നടത്തും. അങ്ങനെ വല്ല സംഭവിച്ചാ പറഞ്ഞേക്ക് ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന്. അങ്ങനൊക്കെ ചിന്തിക്കാതിരിക്കൂ. കുട്ടി ധൈര്യമായിട്ട് വീട്ടിലോട്ട് പൊക്കോ. മണികണ്ഠൻ വരുമ്പോ ഞാൻ പറഞ്ഞു വിട്ടോളാം. എന്താ, ശരിയല്ലേ സി? നിങ്ങൾക്കൊക്കെ ഇത് തമാശയാ. രാജപ്പൻ തന്നെ ഇതിനെ കെട്ടും. ഈ കരടിയെ? കരടിയല്ല, ആ കൊച്ചിനെ. അതിനുള്ള ഒരുക്കങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് കാണാം. നീ പോയി ആനപ്പിണ്ട മാറാ. ശരിയാ. സുവാസേട്ടാ, എന്നെ രക്ഷിക്കണം. അഞ്ചു പറഞ്ഞതൊക്കെ കേട്ടല്ലോ. എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ആ സായിപ്പ് എന്നെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകും ചേട്ടാ. നിന്നെ തുറന്നു വിട്ട എല്ലാ കള്ളി വിളിച്ചു താവൂലേ? എന്റെ പണി പോവില്ലേ? വെളിയിൽ ഇറങ്ങിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒറിജിനൽ കരടിയെ കണ്ടുപിടിക്കാം. വാസേട്ട എന്നെ ഒന്ന് സഹായിച്ചാ മതി. എന്നെ തുറന്നു വിട്ട വാസേട്ടന് പ്രശ്നമാവോ? ഞാൻ ഇന്ന് രാവിലെ മുതൽ നീണ്ട ലീവ് എടുക്കടാ. ആ കിഴങ്ങും സൂപ്പറിന്റെ അടക്കം മറ്റെല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് നിന്നെ തുറന്നു വിടാൻ വേണ്ടി പറ്റുന്നതാണ് ഞാനിപ്പോ വന്ന്. ഇനി ഒറിജിനൽ കരടി അകത്തായാലേ ഞാൻ ജോയിൻ ചെയ്യും. വേഗം സ്ഥലം വിട്ടോ. വാസേട്ടാ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ആർക്കെന്ത് പിടികൊടുക്കരുതേ. എന്റെ പണി. ഞാൻ പോയിട്ട് വാ. പോ. എന്റെ അമ്മേ, എന്തൊരു താഴ്ച. അയ്യോ, വണ്ടിക്ക് വരാൻ കണ്ട സമയം.
ഒറിജിനൽ കരടി ഇതെങ്ങനെ പിടിക്കാ മര്യാദയ്ക്ക് വീട്ടിലേക്ക് മടങ്ങി വാടാ അത് വല്ലാടുന്നു നാട്ടിലൊരു കരടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ശരിയാ, ആളുകൾ പറയുന്നത് കേട്ടു. അത് നമ്മുടെ കരടി തന്നെയാ. 3 മാസം മുമ്പ് നമ്മളെ ചെണ്ടി നിന്ന് ചാടിപ്പോയ കരടി എങ്ങനെ ഇവിടെത്താനാ? എനിക്ക് എന്തായാലും എന്നെ കിട്ടണം. പോലീസിൽ അറിയിച്ചാലോ? വേണ്ട, അത് പ്രശ്നമാകും. ഒന്നാതെ നാടുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി അത് നമ്മുടേതാണെന്ന് അറിഞ്ഞാൽ അതിനെല്ലാം നമ്മൾ സമാധാനം പറയേണ്ടി വരും. യു ആർ കറക്റ്റ് ഗംഗ. സാർ, രഹസ്യമായി നിങ്ങൾ അതിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഓക്കെ? ചാടിപ്പോയ കരടിയാ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനാ? ഗവൺമെന്റിന് സ്പെഷ്യൽ സാങ്ഷൻ മേടിച്ച് നടത്തിയ ഇടപാടായി ഈ കരടി കൈമാറ്റം. അതിന്റെ പിന്നിൽ കളിച്ചത് ഞാനാ. വൻതുക കമ്മീഷനായിട്ട് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. ഇനി കരടിയെ കൊടുത്തില്ലെങ്കിൽ സായിപ്പ് എന്റെ കഥ കഴിക്കും. എനിക്ക് കരടിയെ കിട്ടിയേ പറ്റൂ. കാഴ്ച ബംഗ്ലാവിൽ നിന്ന് കരടി ചാടിപ്പോയ വിവരം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ രഹസ്യം വെച്ചിരിക്കുക, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. എങ്കിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കിട്ടുമ്പോൾ തരും. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പിന്നെ ഞാനും കഴിയണ്ടേ? ഒരു കരടി പുറത്ത് കിടന്ന് വിലസുന്നുണ്ടെന്ന് പത്രത്തിലൊക്കെ വന്നല്ലോ. ഇവിടുത്തെ ഗാർഡുകളോട് പോയി പിടിക്കാൻ പറ. പണ്ട് കരടിയെ പിടിച്ച് കൂട്ടിലാക്കിയ ഒരു ഗാർഡ് ഉണ്ടായിരുന്നു, സുവാസു. അവൻ കരടി ചാടിപ്പോന്റെ തലേ ദിവസമേ ലീവില്ല. പിന്നൊരുത്തൻ മണികണ്ഠൻ, അവനെ കാണാനേ ഇല്ല. ഇതിലൊക്കെ ഭേദം താൻ തന്നെ എന്ന് കരടിയെ പിടിക്കുന്ന. പിടിക്കും. എന്റെ മുന്നിലെങ്ങാനും ആ കരടി വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അതിനെ ആഫ്രിക്കയിലേക്ക് പാഴ്സൽ ചെയ്യും. അഥവാ കിട്ടിയില്ലെങ്കിൽ തന്റെ ഓരോ എല്ലും പീസായിട്ട് ഊരിയെടുക്കും. ഓർത്തോ? കഴിഞ്ഞ മാസം 3-ാം തീയതി മുതൽ എനിക്ക് ശുക്രദശ തുടങ്ങിയതാ. ശത്രുക്കളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുമെന്നും ജാതകത്തിലുണ്ട്. ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? കരടി ചാടിപ്പോയ അന്ന് മുതൽ മണികണ്ഠനെ കാണാനില്ല. അതോടെ അവന്റെ ശല്യം തീർന്നില്ലേ? ഇനി കരടി മണികണ്ഠനെ വല്ലതും ചെയ്ത് കാണുമോ? അല്ല, അങ്ങനെയും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അജ്ഞാത മൃഗങ്ങൾ കിട്ടുമ്പോ ഒന്നുകൂടി ഉറപ്പാക്കിയിട്ട് മറവ് ചെയ്താൽ മതി. ചിലപ്പോ അവനാണെങ്കിലോ? നിനക്കെന്ത് പറയാതെ എങ്ങനെ മനസ്സ് വന്നടാ? മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം നിനക്കൊന്നും ഇല്ലേടാ. ഈ ഏജിൽ വലിയ ബലം കൊടുക്കണം. മുത്തശ്ശ, മണിയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇവർ പറയുന്നൊക്കെ കള്ള. ഒന്നുകിൽ ചത്തു, അല്ലെ നാണക്കേടുകൊണ്ട് നാട് വിട്ടു. ജോലി പെർമനന്റ് ആവുമെന്ന് കുറെ വെല്ലു വിളിച്ചല്ലേ. അവൻ ഇനി കേസ് നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല. സൂപ്രണ്ട് പരാതി തന്നു കഴിഞ്ഞു. കേട്ടില്ലേ? ഇനി അവനെയും കാത്തിരുന്ന് കല്യാണം നേടുന്ന ബുദ്ധിയല്ല. അങ്കിൾ, ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തിക്കൂടെ? പിന്നെന്താ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരാ. എടീ, തർക്കൂത്തരം പറയാതെ അകത്ത് കയറിപ്പോ. ഇനി നിന്നെ മറ്റോൻ വരില്ല. വരും. കൊച്ചേ, അവൻ നാട്ടിലും ഇല്ല, കാഴ്ച ബംഗ്ലാവിലും ഇല്ല. പിന്നെ എവിടെ പോയി? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. എന്റെ മോൻ എവിടെ പോയി? നിനക്കറിയാം സത്യം. പറയടാ. നിനക്കറിയില്ല അല്ലേ? കേശവ, നിന്റെ മോളെ സ്നേഹിച്ചു എന്നൊരു കുറ്റേ എന്റെ കുട്ടി ചെയ്തിട്ടുള്ളൂ. അതിനെല്ലാവരും കൂടി തല്ലിക്കൊന്നു വല്ല കൊക്കയില് വലിച്ചെറിഞ്ഞോടാ. പറയടാ. അനാവശ്യം വിളിച്ചു പറഞ്ഞ അച്ഛന്റെ വലിയ കൂട്ടാതെ നിങ്ങൾ പോവാൻ നോക്ക് മകളെ. അനാവശ്യോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോൻ ജീവനോട് തിരിച്ചു വരാതെ ഇവിടെ ഒരു കല്യാണവും നടക്കാൻ പോണില്ല. സുഭാഷണ്ണ, എന്റെ അമ്മ എന്നെ കാണാതെ വിഷമിക്കണ്ടാവും. എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. നിനക്ക് നിന്റെ അമ്മയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ചെല്ല്. എടാ, നിന്റെ ഈ രൂപം കണ്ടാൽ ആ തള്ള അപ്പ വടിയായി പോവും. എങ്കിലും എനിക്ക് അഞ്ജുനൊന്ന് കാണണം. ഈ കരടി കിണാപ്പനെ എങ്ങനെയാവുന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? എടാ മണ്ട, ഈ വേഷത്തിൽ നിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഈ ജന്മം നമുക്ക് രണ്ടുപേർക്കും സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, പണിയും പോവും. പിന്നെ നീ കരടി വേഷം കെട്ടി ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് കേസും വരും. അല്ല, അത് ഉണ്ടാക്കാൻ നിന്റെ ബന്ധുക്കളുണ്ടല്ലോ. ഇനി ആ ഒറിജിനൽ കരടി കാണിക്കുന്ന എല്ലാ അക്രമങ്ങളും നിന്റെ തലേ വരും. ഈ എന്നാണ് അല്ല ഇപ്പൊ പട്ടാമസാന സത്യം. എനിക്ക് ആകെ പേടിയാവണം. ഇതൊന്ന് വലിച്ചു പറിച്ചു കളഞ്ഞു തരാവോ? അത് വേണേ ശ്രമിച്ചു നോക്കാം. അയ്യോ, വിട്. ഇതൊന്നും നടക്കില്ല. എന്തൊരു വേദന. എന്റെ തൊലി അടക്കം പൊളിഞ്ഞു. ചോരയും വന്നു. അത് ഞാനും കണ്ടു. അവന്റെ ഒടുക്കത്തൊരു ഒട്ടിക്കല്. ഇതാ മേക്കപ്പ് മാൻ സുന്ദരന് മാത്രമേ കളയാൻ കഴിയൂ. ഞാൻ പോവാ. എങ്ങോട്ടാ? എനിക്ക് ആ തെണ്ടിയൊന്ന് കാണണം. ഇതൊന്ന് അഴിപ്പിക്കണേ. അവൻ ആശുപത്രിയിലല്ലേ, ഒരാഴ്ച കഴിഞ്ഞേ ഡിസ്ചാർജ് ചെയ്യൂ. അതുവരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ആശുപത്രി മണിയണ്ട, പോരുത്. വിടില്ലേ. കൂട്ടുപ്രതിയാകാൻ എന്നെ കിട്ടില്ല. ഇവന് കരടിയുടെ രൂപം മാത്രമല്ല, ശക്തി ഉണ്ടല്ലോ. എടാ മണി പറയുന്ന കേക്ക്. മണി പോരുത്. എന്നാ പൊക്കോ.
കണ്ടാൽ അറിയാത്തവൻ കൊള്ളുമ്പോഴറിയും. എന്റെ ദൈവമേ, ഇവന്റെ അന്ത്യം വേട്ടക്കാരൻ കിട്ടുണ്ണിയുടെ വെടികൊണ്ടാവരുതേ. സാറെന്തിനാ ഉന്നം പിടിച്ചത്? കരടിയെ എവിടെ വരും. അവൻ ഈ തോക്കിന്റെ മുമ്പിൽ തന്നെ വന്ന് ചാടും. എന്നെ ഒന്ന് കൊന്നതാന്നും പറഞ്ഞ് കയ്യും പൊക്കി പിടിച്ച് കരടി സാറിന്റെ തോക്കിന്റെ മുന്നിൽ വരല്ലേ? കരടി ഉടനെ പിടിച്ചില്ലെങ്കിൽ ആ കരടി കേസവന്റെ എന്നെ വെടിവെച്ച് കൊല്ലും. ഇപ്പൊ തന്നെ കള്ള് ഷാപ്പിലും തീറ്റക്കും കുടിക്കും വെടികൊണ്ട നട്ടപരികാരമായിട്ട് കാശത്ര പൊടിഞ്ഞെന്നറിയോ? എല്ലാം ആ എസ് ഐയുടെ പോക്കറ്റിൽ നിന്നാ. തിന്നാൻ തന്നതിന്റെ കണക്ക് പറയാതടോ ചേറ്റ്. ഒരു ആനയോ പുലിയോ സിംഹമോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇത് കരടിയായി പോയി. ഇതിനെ പിടിക്കാത്തൊരു ടൈം എടുക്കും. പറ്റില്ല. ഇവനാണ് എന്നെ കൊല്ലാൻ നടക്കണ പേട്ട വേട്ടക്കാരല്ലേ? ഇപ്പൊ ആ കരടി പെട്ടെന്ന് മുമ്പിൽ വന്നു വരുന്നത് എന്ത് ചെയ്യും? കരടി വന്നാൽ എന്ത് ചെയ്യും അല്ലേ? പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ തോക്ക് ഇങ്ങനെ വലിച്ചെറിയും. എന്നിട്ട് വെറും കൈയോടെ ഞാൻ കരടിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു ചെല്ലും. പിന്നെ അവിടെ ഒരു മൽപ്പിടുത്തമാണ്. ഈ ഉരുക്ക് മുഷ്ടി കൊണ്ട് ഞാൻ അതിനെ അടിച്ചുരുട്ടിയെടുത്ത് തോളിലിടും. എന്നിട്ട് കരടിക്കേശന്റെ മുമ്പിലേക്ക് വലിച്ചെറിയും. എങ്ങനെയുണ്ട്? തൊണ്ടാടോ? ഒറ്റ വെടി വെച്ചെന്നുണ്ടല്ലോ. ഒറ്റ വെടി. എനിക്കും മരം കേട്ടറിയില്ല, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആരെയും ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്ന് വാറുളിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ കരടി എന്നെ ക്ലിപ്പ് ചെയ്യും. അയ്യോ കരടി. മല്ലനും മാധവനും കഥയിലെ മാധവനെ പോലെ ചത്തുകെടുക്കാം. ചവത്തെ കരടി ഒന്നും ചെയ്യില്ല. ഞാനൊരു ചത്താളാണ്. മല്ലനും മാധവന്റെ കഥ ഞാനും വായിച്ചിട്ടുണ്ട്. ആപത്തി സഹായിക്കാത്ത ചങ്ങാതി ചങ്ങാതിയല്ല. അല്ല, മോളിലിരിക്കുന്ന വേട്ടത്തേണ്ടിയെ നമ്പരുത്. കരടി എന്താ കൊല്ലാതെ പോയത്? അതിന് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട്. അത് മല്ലനും മാധവനും കഥ പഠിച്ചിട്ടുണ്ടെന്ന്. ആപത്തിൽ സഹായിക്കാത്ത തെണ്ടിയെ ഇനി വിശ്വസിക്കരുതെന്നും പറഞ്ഞു. ഓഹോ, കരടി വർത്തമാനം പറഞ്ഞു. എന്റെ അമ്മച്ചി സത്യം പറഞ്ഞു. ഇപ്പൊ മനസ്സിലായി. എന്ത്? ചുമ്മാവല്ല തന്നെ പോലീസിലെടുത്തു. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക മുമ്പേ കഴിക്കും പിന്നെ മധുരിക്കും. ദൈവാധീനം കൊണ്ട് ആളറിഞ്ഞില്ല. ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. എവിടെ തിരിഞ്ഞാലും ആളുകളാ. എന്നെ കണ്ട എല്ലാരും പേടിച്ചു ഓടാ. ഇതാണ് പറഞ്ഞത്, വിവരമുള്ളവർ പറഞ്ഞാൽ അനുസരിക്കണമെന്ന്. അണ്ടർസ്റ്റാൻഡ്? എന്നാലേ വിദ്യയും ബുദ്ധിയും കൂടുതലുള്ള ആള് എനിക്കൊരു ബുദ്ധി പറഞ്ഞതാ. ആശുപത്രി കിടക്കണ അർപ്പൂക്കര സുന്ദരനെ കണ്ടുപിടിക്കാൻ എന്താ തലയിൽ വല്ല ബുദ്ധി ഇരിക്കണ്ടോ? പറഞ്ഞതാ. ഒരു ഐഡിയ. എന്തോന്ന്? നീ പറ. ഐഡിയ എന്താന്ന്? ഏട്ടൻ പറ. കിട്ടി. മണികണ്ട, മണികണ്ട, വരണോ? മണി കണ്ട? വേഗം ഇതിനകത്തോട്ട് കയറിക്കോ. ഇതാണ് നിനക്ക് സഞ്ചരിക്കാനുള്ള വാഹനം. ഇഷ്ടപ്പെട്ടോ? വിലക്കല്ലല്ലോ, വാടകയ്ക്കല്ലേ? മേക്കപ്പ് മാൻ സുന്ദരൻ അർപ്പൂക്കര കിടക്കുന്നത് റൂം നമ്പർ 205-ലാണ്. ആ മുറിയിൽ ആരോരും അറിയാതെ നിന്നെ എത്തിക്കാനുള്ള സർവ്വ മാസ്റ്റർ പ്ലാനും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. എന്നാ എന്റെ കരടിക്കുട്ടൻ ഈ പെട്ടി വണ്ടിയിലോട്ട് കയറിയട്ടെ. മുന്നിലല്ല, നിന്റെ സീറ്റ് പിന്നിലാണ്. ഓഹോ, ഓ എവിടെ തൊട്ടാലും വേദന. ദേഹം മുഴുവൻ നഖം. അണ്ണാ ഒന്ന് ഒന്ന് തള്ളെങ്കിലും ചെയ്യ്. ഇതേ ഉള്ളൊരു വഴി. ഇനി ആരുടെയും കണ്ണിപ്പെടില്ല. അങ്ങനെ വാറുണ്ണി ഫാമിലിയുടെ കഥ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഇനി സാറ് നിർത്ത്, ഞാൻ പറയട്ടെ. സാർ ഈ ആകാശത്തിന് താഴെയുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഞാൻ ടപ്പേന്ന് ഉത്തരം പറയും. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇങ്ങനെ വിഡ്ഢിക്കളി കളിക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്. ഇത് സീരിയസ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ടപ്പേ, ഇന്ത്യൻ പ്രധാനമന്ത്രി ടപ്പേ, കേരള മുഖ്യമന്ത്രി ടപ്പേ. ടപ്പേയോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ സാർ എന്ത് ചോദിച്ചാൽ ഞാൻ ടപ്പേന്ന് ഉത്തരം പറയാന്ന്. സാർ തോറ്റ്. ഞാൻ മിക്കവാറും ജയിലിൽ പോകേണ്ടി വരും. എന്തിന്? തന്നെ കൊന്നിട്ട് കൊലക്കുറ്റത്തിന്. അയ്യോ അണ്ണ, തുണി പോയി. അതിന് കരടി തുണി കൊടുക്കാറില്ലല്ലോ. ആ തുണിയല്ല, ഇതിനെന്നെ മറച്ച മറ പോയി. അയ്യോ, എന്നെ എല്ലാരും നോക്കണ്. ഇനി ഇത്തരം ചോദ്യം ചോദിച്ച തോക്കിന്റെ ബാണിച്ച് തന്റെ തൊണ്ട കുത്തിക്കും. അയ്യോ,
കരടി പെട്ടിയോട്ടം പിടിച്ചു പോകുന്നു. വണ്ടി വിട്ട് പോയി. ആ വെടി വെടി വെടിയോ? ബാക്കിൽ തോക്കൊണ്ട് അവൻ വെടി വെക്കാൻ പോന്നു. നീ എന്തെങ്കിലും എടുത്ത് മടക്കാം. ആ എന്നെ രക്ഷിക്കണം, ഞാൻ പോ. തൊപ്പി തെറിച്ചാണ്. ഇങ്ങനെ പോയ തൊപ്പി തെറിക്കും. പിന്നാലുണ്ട്. അയ്യോ ആണോ? ഈ ഓട്ടോ ഇത്ര സ്പീഡാ? എല്ലാരും നോക്കണം. അയ്യോ എന്തെങ്കിലും ഒരു മറ വാങ്ങിച്ചിട്ടാ. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. ഉണ്ടിടല്ലേ? ഇതെന്താ മലഞ്ചരക്കോ? എത്തിയോ? ഓ ദൈവാധീനം, പരിസരത്തെങ്ങും ആരുമില്ല. മണികണ്ഠ, അർപ്പൂക്കരയുടെ തറവാടത്ത് ഇറങ്ങിക്കോ. ആ വേട്ടക്കാരന് നല്ല ഉണ്ണുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അറിയോ? ഈ സുവാസും രക്ഷപ്പെട്ടല്ലോ. അതാണ് എന്റെ പേടി. ആ, ഈ പട്ടാ പകല് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇതിനകത്ത് കയറും. നിനക്കിപ്പോ വെറും കരടിയുടെ ബുദ്ധിയാ. എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ നോക്കട്ടെ. വാ വാ. വാ വാ. ആ ദാ നോക്ക്, നീ ആ സ്ട്രക്ചർ കണ്ടോ? ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഇതിന്റെ മേളിലോട്ട് കയറിക്കോ. അല്ലേ വേണ്ട, ഇറങ്ങടാ, ഇറങ്ങ. വല്ലവരും കാണും. ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് കയറ, അടിയിലോട്ട് കയറ. ആ തുണി വേഗം വേഗം വേഗം. ഒരു കരടിയും ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇറക്കിയിട്ട് താഴെ. ഇതുകൊണ്ട് അങ്ങോട്ടാ? ഓർത്തോ കരടി എസ്കേപ്പിംഗ്. ഓർത്തോ സെക്ഷൻ മോളിലാ. താങ്ക് യു. അയ്യോ എന്റെ തല. കേട്ടോ? സൈലൻസ്. വേഗാവട്ടെ, എനിക്ക് ശ്വാസം മുട്ടണ്. ഓ എനിക്ക് തൊള്ളവർക്കാർ അടങ്ങി കിടക്ക. ഇങ്ങോട്ട് തിരിക്ക്. അങ്ങോട്ടാ പോയത്. സ്പീഡി വെറോ. എവിടെ വണ്ടി? കിടക്കുന്ന വണ്ടി. ഒരു ബാലൻസും ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത്? ആശുപത്രിയോ? കരടി ഡോക്ടറെ കാണാൻ വന്ന. അതിനിത് മൃഗാശുപത്രി അല്ലല്ലോ. എന്നാലും ഡോക്ടറെ കാണുമല്ലോ. ആ ഇനി അബദ്ധത്തിന് വല്ല വെടി തന്നിട്ട് കൊണ്ടോ? ഏയ്, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, വെടി കൊള്ളാൻ സാധ്യത ഉണ്ടെന്ന് പറയാം. എന്തായാലും ആശുപത്രിക്കകത്തൊന്ന് കയറി തിരക്കാം. ശരിയാ, കരടിയെ കിട്ടിയില്ലെങ്കിലും 10 പെങ്കുച്ചറകളെ കാണാമല്ലോ. ആളെ കാണുമ്പോലല്ല, നല്ല റൊമാൻറ്റിക്കാ. വരൂ. ഏറ്റവും കയറിയപ്പോഴാ കരടിയുടെ ഭാരം അറിയുന്നത്. ഞാനിനി എത്ര കാലം ജീവിക്കും ഡോക്ടർ? അതൊക്കെ നിശ്ചയിക്കേണ്ടത് ഈശ്വരനല്ലേ? അയ്യോ, അതിനർത്ഥം ഞാൻ തട്ടിപ്പോകുന്ന? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇന്ന് തന്നെ വീട്ടിൽ പോ. ബില്ല് ഉടനെ കൊണ്ടുവരാം. പെട്ടെന്ന് വരില്ലേ? ആ വരാന്നേ. മണികണ്ഠ, മുറിയെത്തി വേഗം ഇറങ്ങ. ഏട്ടാ, പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക്. അതില്ലാത്തോണ്ടല്ലേടാ വിളിച്ചത്. ഇല്ല ഇല്ല ഇല്ല. ശ്രദ്ധിക്കണേ. ഉടനെ വരില്ലേ? വരാന്നേ. ആരോ വരാൻ കേറിക്കോ. അടിയിലോട്ട് കയറി. പോവാൻ
എക്സ്ക്യൂസ് മീ, ഐ ആം കിട്ടുണ്ണി, പാറുണ്ണിയുടെ അനുജന. ഒരു കരടിയെ ഇവിടെ ചികിത്സിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ സിസ്റ്ററെ? ഇത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, താൻ പോടോ. ഈ ഏരിയയിലെ പെമ്പിള്ളാർക്ക് ആണുങ്ങളോട് തീരെ റെസ്പെക്ട് ഇല്ലേ? അതെ, ഞാൻ സിസ്റ്ററെ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ദേ, ആ താടി വെച്ച ജന്തുവിനെ പിടിച്ച കരടി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റേഷനിൽ ഇവിടുന്ന് മുങ്ങുന്നതാണ് ബുദ്ധി. അവനെന്താ നമ്മളെ കൊണ്ട് പോയത്? എന്നാ ഇവനെ വിടാം, അവനെ പിടിക്കാം. ഇതെന്താ എന്റെ കൂടെ ഇതൊന്ന് പിടിക്കേ. അയ്യോ അയ്യോ, ആരെങ്കിലും വട്ട പോലെയായി. അയ്യോ സുന്ദരേട്ടാ,